വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അതോടൊപ്പം പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യുന്ന ഞങ്ങളുടെ സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണിത്. മുന്തിരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച കറുത്ത മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കറുത്ത മുന്തിരി വലുതല്ല, കുറച്ചൊരു മീഡിയം സൈസുള്ള മുന്തിരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളത്. മധുരം കൂടുതലുള്ള മുന്തിരിയാണ്, പുളി കുറഞ്ഞ മധുരം കൂടുതലുള്ള മുന്തിരിയാണ്. അത് പ്രത്യേകമായിട്ട് വാങ്ങിച്ചിട്ടാണ് ചെയ്തെടുക്കാറുള്ളത്. പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ ഈ തൊലിക്ക് ഒരു കട്ടിപ്പുണ്ടാവും, ഒരു ചവർപ്പ് രസം ഉണ്ടാവും. ആ ചവർപ്പ് നമുക്ക് മാറിക്കിട്ടണം. അപ്പോൾ അതിനൊന്ന് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ എല്ലാ വശവും ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മെൽട്ടായിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറണം. അതിനുശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുളി കുറഞ്ഞ തൈര് ഉടച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 50 ml നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. നല്ലപോലെ വെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും. കൂടുതൽ സമയമൊന്നും നമുക്കിത് തയ്യാറാക്കാൻ ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു കറി റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയും മതി, നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു കറിയായിരിക്കാം ഇത്. ഞങ്ങളുടെ സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിന് തേങ്ങാപ്പാൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ.